attacks Karachi. Navy opens front against Pakistan. കറാച്ചി ആക്രമിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് INS വിക്രാന്ത് അറബിക്കടലിൽ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് കറാച്ചി ഹാർബർ ആക്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ നേവിയുടെ കൺഫർമേഷൻ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാർബർ അതായത് കറാച്ചി പോർട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ സൈനിക നീക്കമാണ്. ഒരർത്ഥത്തിൽ ഒരു ഓൾ ഔട്ട് വാർ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ അങ്ങനെ പറയുന്നില്ല. എങ്കിൽ ഒരു ഇൻഡോ പാക് യുദ്ധം ആരംഭിച്ചു എന്ന രീതിയിൽ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ ഒറ്റ സമയത്ത് ആക്രമിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഒരു ഓൾ ഔട്ട് വാറിലേക്കുള്ള അവരുടെ പുറപ്പാടായിരുന്നു. അതിനെ റീറ്റാലിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറാച്ചിയിലെ പോർട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ നട്ടെല്ലിന് ക്ഷതമേൽക്കുന്നു എന്നാണ് അർത്ഥം. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിർണായകമായ പോർട്ടാണ് കറാച്ചി പോർട്ട് എന്ന് പറയുന്നത്. രണ്ട് കാരണങ്ങളാൽ: ഒന്ന്, സൈനികമായി സ്ട്രാറ്റജിക്കലി അത് വളരെ പ്രധാനപ്പെട്ട പോർട്ടാണ്. രണ്ട്, വ്യാപാര വാണിജ്യ കാര്യങ്ങളുടെ ഒരു കേന്ദ്രവും കൂടിയാണ് കറാച്ചിയിലെ ഈ പറയുന്ന കറാച്ചിയിലെ പ്രഹരം ചൈനയ്ക്കുള്ള പ്രഹരം കൂടിയല്ലേ? JF-17 ഒക്കെ കൊടുത്ത് പാകിസ്ഥാനെ മിണ്ടാതെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ? കറാച്ചിയിൽ ചൈനയുടെ കണ്ണെത്രയെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ? നിശ്ചയമായും ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടാകുന്ന അതാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്. 1971 ശേഷം കറാച്ചിയിൽ ഇന്ത്യ തൊടുന്നത് ഇതാദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ആ അർത്ഥത്തിൽ 1971 ശേഷം യഥാർത്ഥത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു വാർ നടത്തിയിട്ടില്ല സുജയ. 1999 കാർഗിലിലേക്ക് പാകിസ്ഥാൻ സേന കടന്നു കയറിയപ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചടിച്ചത്. കാരണം കാർഗില് ഇന്ത്യയുടെ പ്രദേശമാണ്, ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള പ്രദേശമാണ്. ആ ടെറിട്ടറിയിലുള്ള പ്രദേശത്തേക്ക് പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി ആ പ്രദേശം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇന്ത്യ വാറിലേക്ക് പോയത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് റീജിയൻ വാർ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒരു യുദ്ധമായിരുന്നു കാർഗിൽ നടന്നത്. നമ്മൾ കാർഗിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനിലെ സൈനികരെയും ISIയുടെ സൈനികരെയും വിരട്ടി ഓടിക്കുകയോ തിരിച്ചു പായിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുള്ളത്. ആ സമയം നമ്മൾ ലാഹോറിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഇസ്ലാമാബാദിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, നമ്മൾ മറ്റൊരു പട്ടണത്തെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. നമ്മൾ പൂർണ്ണമായും മെഷേർഡ് എന്ന് പറയില്ലേ, മെഷേർഡായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് കാർഗിൽ മാത്രം നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. ആ യുദ്ധം എന്ന് പറയുന്നതിനെ നമ്മൾ യഥാർത്ഥത്തിൽ കാർഗിൽ വാർ എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നല്ല വിളിക്കുന്നത്. കാർഗിൽ യുദ്ധം എന്ന് മാത്രമാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്ഥിതി? നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെയാണ് ആക്രമിക്കാൻ പാകിസ്ഥാൻ മിസൈൽ ലോഞ്ച് ചെയ്തത്. അതൊരു ചെറിയ കാര്യമാണോ? അത് എവിടെ മുതൽ എവിടം വരെയാണ്? ഇങ്ങ് ഗുജറാത്ത് മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെയാണ്. ആ സമയത്ത് നമുക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ല. കാരണം അത് എങ്ങനെ ഉറങ്ങാൻ കഴിയും ഉണ്ണി ബാലകൃഷ്ണൻ? നമ്മുടെ സൈന്യം ഉറങ്ങാതെ ശത്രുരാജ്യം തിരിച്ചടിക്കാനായി വരുന്ന എല്ലാ ഫ്രണ്ടുകളെയും അവർ തകർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റഫാലിലേറി അവർ പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ തൊടുത്തത്, സ്കാൾപ്പ് മിസൈലുകൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. ഇപ്പോൾ ഇന്ത്യൻ നേവി ഈ രാത്രിയിലും, അർദ്ധരാത്രിയായിരിക്കുന്നു, 12 മണി കഴിഞ്ഞ 12 മിനിറ്റ് ആകുമ്പോഴാണ് ഇന്ത്യൻ നേവി കറാച്ചി ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ രാത്രി സൈന്യത്തിനായി സൈന്യം നടത്തുന്ന പോരാട്ടത്തിനൊപ്പം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നിൽക്കേണ്ടതാണ്. ഉറക്കമെന്നുള്ളത് നാളെയുമാകാം, പക്ഷേ ഈ രാത്രിയിൽ നമ്മൾ സൈന്യത്തിനൊപ്പം നിൽക്കേണ്ട ദിവസമല്ലേ, രാത്രിയല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? തീർച്ചയായിട്ടും ഈ രാത്രി വളരെ പ്രധാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന കാര്യത്തിലും സംശയം വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശ്വാസകരമായിട്ടൊരു കാര്യം, നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ സൈനിക നീക്കങ്ങളെയും ഇന്ത്യ നിശബ്ദമാക്കിയിരിക്കുന്നു, നിർവീര്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു മുന്നേറ്റമല്ല. അത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇന്ത്യൻ സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് പുതിയ വിവരങ്ങൾ വരുന്നു. പാകിസ്ഥാനിൽ അട്ടിമറി നീക്കങ്ങൾ തുടങ്ങുകയാണ്. ഷഹബാസ് ഷെരീഫിനെ പുറത്താക്കണമെന്ന് PTI ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര കലാപത്തിലേക്ക്, എന്താണോ ഇന്ത്യയിൽ നടക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്, പഹൽഗാമിലേക്ക് കലിമ ചൊല്ലാൻ അറിയാത്തവരെ കൊല്ലാൻ പറഞ്ഞ ഭീകരരെ കയറ്റിവിട്ടവർ ആഗ്രഹിച്ചത്, അത് ഇന്ത്യയിൽ നടന്നില്ല. എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് നടിക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യയെ ആക്രമിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം നേരിടേണ്ടി വരുന്നു. പാക് സൈന്യത്തിനുള്ളിൽ കലാപം ഉണ്ടാകുന്നു. അസിമുനീർ തെറിക്കാൻ പോകുന്നു. കറാച്ചിയിൽ ആക്രമണം നടക്കുന്നു. ഷഹബാസിനെ പുറത്താക്കണമെന്ന് PTI ആവശ്യപ്പെടുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, നിശ്ചയമായും ഈ സാഹചര്യത്തെ പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, പാകിസ്ഥാന്റെ
പ്രതിപക്ഷ നേതാവായ ഇമ്രാൻഖാൻ ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാണ് എന്ന് മാത്രവുമല്ല, അവിടെ ഒരു സമാധാന കൺവെൻഷൻ വിളിച്ചു കൂട്ടിയപ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ PTI തയ്യാറായിരുന്നില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയായിരുന്നു. ആ അർത്ഥത്തിൽ ആഭ്യന്തര കലാപങ്ങളിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്.